ഇടുക്കി തൊടുപുഴ ഇടവെട്ടി രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഡിവൈഎഫ്ഐ തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 18.18 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ കൂടിയാണ് TS ഷിയാസ് എന്നതാണ് എടുത്തു പറയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി PS സാഗർ ആണ് ചേരുന്നത്. സാഗർ, ഇതാ മാതൃകയാകേണ്ട ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകനെയാണ് MDMAയുമായി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഒപ്പം മറ്റുള്ളവരുടെയും പശ്ചാത്തലം എന്താണ്? പറഞ്ഞതുപോലെ തന്നെ മാതൃകയാകേണ്ട ഒരു പൊതുപ്രവർത്തകനാണ് MDMA കേസിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. രാസലഹരിയുമായി DYFI നേതാവ് ഉൾപ്പെടെ 4 പേരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തൊടുപുഴ ഇടവെട്ടിയിൽ നിന്ന് ഇന്ന് പുലർച്ചോടെയാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ പ്രധാന DYFI നേതാവ് ഇതിൽ പിടിയിലായിട്ടുണ്ട് എന്നത് തന്നെയാണ്. DYFI തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, കുമ്മങ്കല് സ്വദേശി ആഷിഖ്, വെങ്ങല്ലൂർ സ്വദേശി നിഹാൻ, ഇടവെട്ടി സ്വദേശി അർഷിദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 18.18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഷിയാസ് DYFIയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇയാൾ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നു. എന്നാൽ ഇയാൾ പരാജയപ്പെട്ടിരുന്നു. ഇതുകൂടാതെ മയക്കുമരുന്നിനെതിരെ DYFI നടത്തിയ യുവജന ജാഥയിൽ ഈ സംഘം, അതായത് ഒറ്റ സംഘത്തിന്റെ ഭാഗമാണോ ഈ ആളുകളെല്ലാവരും? തീർച്ചയായും അഭിലാഷ്, ഒറ്റ സംഘമാണ് ഇവർ. ഇവർക്കെതിരെ നേരത്തെയും പരാതി ഉയർന്നിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരാള് ഈ ഇടവെട്ടി സ്വദേശി അർഷിദ് എന്നയാളാണ് ഇതിൽ പ്രധാനി. ഇയാൾ ലഹരി വിൽപ്പന കേസിൽ മുൻപ് പലതവണ അറസ്റ്റിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച പോലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഇയാളിൽ നിന്നും അളവിൽ കുറഞ്ഞ രാസലഹരിയാണ് ഇയാളിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്ന് ഇയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ വീണ്ടും ഇയാൾ ഉൾപ്പെടെയുള്ള സംഘമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിലെ DYFI നേതാവ് ഷിയാസ് DYFI നേരത്തെ നടത്തിയ മയക്കുമരുന്നിനെതിരെ നടത്തിയ യുവജന ജാഥയെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഇയാളുടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് കാണുവാനാവും. ഈ തൊടുപുഴ മേഖലയിൽ നാളുകളായി ലഹരി വിൽപ്പന ഉണ്ടെന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് നാളുകളായി ഇവർ പിടികൂടിയ പ്രതികളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ ഷിയാസിനെതിരെ നേരത്തെയും ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അന്ന് ഇയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് നല്ല നടപ്പ് തുടങ്ങി എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നപ്പോൾ ഇയാളെ പാർട്ടി തിരിച്ചെടുത്ത് സ്ഥാനവും മാനങ്ങളും എല്ലാം തന്നെ നൽകുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഇയാൾ ഉൾപ്പെട്ട സംഘം ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് 4 പ്രതികളും നിലവിലുള്ളത്. ഇവരെ അല്പസമയത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. അഭിലാഷ്, എന്തായാലും ഈ യുവജന സംഘടനകളെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടികളുടെ യുവജന സംഘടനകളിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പിടിക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു ഇടത് നേതാക്കളുടെയും CPM നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴിതാ ഇടുക്കി തൊടുപുഴ ഇടവെട്ടിയിലാണ് രാസലഹരിയുമായി DYFI നേതാവ്. സാഗർ പറയുന്നതനുസരിച്ച് അവിടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ കൂടിയാണ് ഈ DYFI നേതാവ് എന്നതാണ്. തെക്കും ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവർ ആണ് തൊടുപുഴ പോലീസിന്റെ പിടിയിൽ ആയത്. മാത്രവുമല്ല, ഷിയാസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആൾ കൂടിയാണ് എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.